കെഎസ്ആർടിസി തൊഴിലാളികൾ പ്രഖ്യാപിച്ച പണിമുടക്കിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി ഇന്ന് പരിഗണിക്കും. എൻ ശ്രീനാഥ് ചേരുന്നു വിശദാംശങ്ങളുമായി. ശ്രീനാഥ്, എന്താണ് ഹർജിയിലുള്ളതും എപ്പോഴായിരിക്കും ഹർജി പരിഗണിക്കുക? ശമ്പള പരിഷ്കരണം നടപ്പാക്കുക, പിരിച്ചുവിട്ട താൽക്കാലിക ജീവനക്കാരെ തിരിച്ചെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കെഎസ്ആർടിസി സംയുക്ത ട്രേഡ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് അർദ്ധരാത്രി മുതൽ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ കെഎസ്ആർടിസിയുടെ സർവീസുകൾ അവശ്യ സർവീസുകളായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഹൈക്കോടതി. ഈ തരുണത്തിൽ ഇത്തരത്തിലുള്ള സമരങ്ങൾ അനുവദിക്കരുത് എന്നാവശ്യപ്പെട്ടാണ് ഇന്ന് ഹർജി നൽകിയിരിക്കുന്നത്. സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ ആണ് ഹർജിക്കാർ. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് ഈ ഹർജി ഇന്ന് തന്നെ പരിഗണിക്കും എന്നാണ് വ്യക്തമായിരിക്കുന്നത്. എൻ ശ്രീനാഥാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. അതേസമയം കെഎസ്ആർടിസിയുടെ സംയുക്ത സമരസമിതി പ്രഖ്യാപിച്ച അനിശ്ചിതകാല പണിമുടക്ക് സമരം ഇന്ന് അർദ്ധരാത്രി മുതലാണ് ആരംഭിക്കുക. പ്രശ്നം പരിഹരിക്കാൻ കെഎസ്ആർടിസി മാനേജ്മെന്റ് വിളിച്ചു ചേർത്ത യോഗം തിരുവനന്തപുരത്ത് തുടങ്ങി. ആവശ്യങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് സമരസമിതി തീരുമാനം. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു വിശദാംശങ്ങളുമായി. ഉമേഷ്, ചർച്ചകൾ ഏത് രീതിയിലാണ് നടക്കുന്നത്? എന്തെല്ലാം ആവശ്യങ്ങളാണ് പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത്? ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു അനിശ്ചിതകാല പണിമുടക്കിലേക്ക് കെഎസ്ആർടിസി പോവുകയാണെങ്കിൽ വലിയ സാമ്പത്തിക നഷ്ട ബാധ്യതയുമല്ലേ ഉണ്ടാവുകയും? കെഎസ്ആർടിസിയുടെ അനിശ്ചിതകാല പണിമുടക്ക് സമരം ഇന്ന് അർദ്ധരാത്രി മുതൽ ആരംഭിക്കുമെന്നാണ് ആഹ്വാനം. സംയുക്ത സമരസമിതിയാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി മാനേജ്മെന്റ് വിളിച്ചു ചേർത്ത യോഗം തിരുവനന്തപുരത്ത് തുടങ്ങുകയുമാണ്. ഇതേ സമയത്ത് കെഎസ്ആർടിസി എം ഡി ടോം ദശങ്കരി മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. വാർത്താസമ്മേളനത്തിന്റെ തത്സമയം. ഡിസംബർ മാസത്തെ ശമ്പളത്തോടൊപ്പം ഒരു ഗഡു DA നൽകുക എന്നുള്ള വിഷയം അതവർക്ക് ഓൾറെഡി നൽകിക്കഴിഞ്ഞു. അപ്പോൾ ആ വിഷയം സോൾവായി. രണ്ടാമത്തെ വിഷയം പിരിച്ചുവിട്ട തൊഴിലാളികളെ തിരിച്ചെടുക്കുക എന്നുള്ളതാണ്. തൊഴിലാളികളെ പിരിച്ചുവിട്ടത് ഹൈക്കോടതി ഓർഡറിൻ്റെ വെളിച്ചത്തിലാണ്. അത് ഹൈക്കോടതിയിലാണത് ചലഞ്ച് ചെയ്യേണ്ടത്. ഞാൻ അവരോട് ഹൈക്കോടതിയിൽ അത് ചലഞ്ച് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാനേജ്മെൻറ്റിന് ഈ കേസ് ഹൈക്കോടതിയിൽ നിലനിൽക്കുന്നതിനാൽ ഹൈക്കോടതിയിൽ ഞാൻ ഒരു പാർട്ടി ആയതിനാലും മാനേജ്മെൻറ്റ് ഒരു പാർട്ടി ആയതിനാലും അടുത്ത തിങ്കളാഴ്ച ഇതേ ആവശ്യം ആവശ്യപ്പെട്ടുകൊണ്ട് എംപാനലുകാർ പരാതി നൽകിയതിനാലും അതിൻ്റെ ഹൈക്കോടതി പ്രൊസീഡിങ്സ് നടക്കുന്നതിനിടയ്ക്ക് ഒരു തീരുമാനമെടുക്കുന്നതിനുള്ള തടസ്സം അവരെ അറിയിച്ചു. അവരോട് ഇതിൽ പങ്കാളിയാകുന്നതിന് അവരുടെ ആവശ്യമാണെങ്കിൽ തെറ്റില്ല എന്നുള്ള വിവരം അറിയിച്ചു. കെഎസ്ആർടിസി മാനേജ്മെൻറ്റ് അടുത്ത നാളായിട്ട് ആരെയും പിരിച്ചുവിട്ടിട്ടില്ല. അപ്പോൾ ആ പ്രശ്നവും രണ്ടാമത്തെ ഇഷ്യൂവും ഹൈക്കോടതിയുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ ആയതുകൊണ്ട് അതും ഒരു സൊല്യൂഷനായി. കൂടാതെ ഞാൻ അവരോട് പറഞ്ഞു, ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം വർഷങ്ങളായി കൂടെ ഉണ്ടായിരുന്ന എംപാനലുകാരെ എങ്ങനെയെങ്കിലും ഉൾക്കൊള്ളാമെങ്കിൽ ഉൾക്കൊള്ളണം, ഘട്ടം ഘട്ടമായിട്ടെങ്കിലും ഉൾക്കൊള്ളണം എന്നുള്ളതാണ് ഗവൺമെൻറ് ആഗ്രഹം എന്നുള്ള വിവരവും അവരെ അറിയിച്ചു. മൂന്നാമത്തെ ഒരു വിഷയം സിംഗിൾ ഡ്യൂട്ടി പാറ്റേണുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഗതാഗത സെക്രട്ടറിയുടെ ഫൈനൽ റിപ്പോർട്ട് ഇക്കാര്യത്തിൽ വന്നിട്ടില്ല. പക്ഷേ അതിനകത്തെ അന്തസത്ത മനസ്സിലാക്കിക്കൊണ്ട് ഏതാണ്ട് ഭൂരിഭാഗം കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു. ഇനിയും അല്പസ്വല്പം കാര്യങ്ങളിൽ ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കാമെന്നുള്ള വിവരവും അവർക്ക് ഞാൻ ഉറപ്പ് നൽകി. നാലാമത്തെ ഒരു വിഷയം അത്ര പ്രാധാന്യത്തോടെ പറഞ്ഞിട്ടില്ല. പ്രധാനപ്പെട്ട 2 വിഷയങ്ങളായിരുന്നു അവർ ഉന്നയിച്ചിരുന്നത്. അപ്പോൾ ഇതിലവർ ശമ്പള പരിഷ്കരണം നടപ്പാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, നിങ്ങൾക്കറിയാം ശമ്പള പരിഷ്കരണം ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനമാണ്. പക്ഷേ ആ ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തിന് മുമ്പ് അതിൻ്റെ പ്രാഥമിക ചർച്ചകൾ ഇവിടെ നടക്കണം. 2016 അന്നത്തെ